പിന്നെ നമ്മുടെ ഇന്ത്യൻ ലോ വെച്ചിട്ട് നോക്കുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഒരെണ്ണമായിരുന്നല്ലോ റൈറ്റ് ടു റിലീജിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഒരു ബോർഡ് ഇപ്പം ഈ ബില്ല് ആ റൈറ്റ് ടു റിലീജിയസിൻ്റെ എതിരെയും കൂടെ ഉള്ളൊരു ഇതായും കൊണ്ട് അതൊരു പ്രശ്നമാവില്ലേ? ലൈക്ക് നമ്മുടെ റിലീജിയസ് നമ്മുടെ ഇഷ്ടത്തിന് എന്താ ഫോളോ ചെയ്യാനുള്ള അധികാരം നമുക്ക് തന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു എതിരെ പോലെ ആവില്ലേ ഈ ഒരു ബില്ല്? ബേസിക്കലി വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആരാധന സമ്പ്രദായം പോകുന്ന ഒരു മുസ്ലിം ലോ ആയിട്ട് ബന്ധപ്പെട്ടോ ഇസ്ലാമിക ലോ ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു റിലീജിയസ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് പ്യൂർലി ആൻ അഡ്മിനിസ്ട്രേഷൻ. അതൊരു മാനേജ്മെന്റ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. അത് നമ്മൾ ഫോർ എക്സാമ്പിൾ എല്ലാ ഇസ്ലാമിക രാജ്യത്തും വഖഫ് ഉണ്ടോ? നമ്മൾ അതിനെ പറ്റിയിട്ട് സമയത്ത് ഒന്ന് നോക്കണം. ഇറാഖ്, സൗദി അറേബ്യയിൽ വഖഫ് ഉണ്ടെങ്കിൽ പോലും അവിടെ നിലനിൽക്കുന്ന ലോയുടെ അണ്ടറിലാണ് ഇത് പോകുന്നത്. ഈ ഇറാഖ് പോലെയുള്ള ബാക്കിയുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊന്നും ഈ വഖഫില്ല. വഖഫ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് പ്യൂർലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. അതായത് ഇപ്പം ദേവസ്വം ബോർഡ് പോലെ, ദേവസ്വം ബോർഡ് നമ്മുടെ ദേവസ്വം സ്വത്ത് ദേവസ്വം ബോർഡിനുണ്ട് അത്ര പോലും. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദു ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നൊരു ബോഡിയാണ് ദേവസ്വം ബോർഡ്, ഇതിന്റെ മാനേജ്മെന്റ്. അതേപോലെ ഇത് വഖഫ് സ്വത്തുകൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നിഷ്കളങ്കമായ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഇതുവരെ സമാധാനപരമായി മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടെ നിലനിന്നിരുന്ന ഒരു ബോർഡാണ് വഖഫ് ബോർഡ് എന്ന്, നരേന്ദ്രമോദി എന്നൊരു ഭീകരനവിടെ വന്നിട്ട് ഇത് ഒറ്റയടിക്ക് പൊളിച്ചളയാന്നൊക്കെ തോന്നും. കഴിഞ്ഞ 2 വർഷത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് 3800 പരാതികളാണ്. അത് മുസ്ലിം കമ്മ്യൂണിറ്റികളിൽ നിന്ന് ഈ വഖഫ് ബോർഡിനെതിരെ 3800 സംതിങ് ഉണ്ട്. CPGRIM പോർട്ടലിൻ്റെ സെൻട്രലൈസ്ഡ് പബ്ലിക് ഗ്രീവൻസ് അഡ്രസ് സിസ്റ്റം എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടൽ പ്രകാരം മാത്രം ഈ വഖഫ് ബോർഡിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടയിൽ എത്തിയിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ വഖഫ് ട്രൈബ്യൂണലിൽ നിലനിൽക്കുന്ന കേസുകൾ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലായി ഇതൊക്കെ നടത്തുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള തർക്കമാണെന്നേ. പക്ഷേ ഈ കോൺട്രവേഴ്സി എപ്പോഴും വരുന്നത് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അവര് പൊതുവെ ഉള്ള ഒരു കാര്യമാണ്, നമ്മുടെ BJP ഗവൺമെന്റ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എതിരെയാണ്. അങ്ങനൊരു ഇതുണ്ട്. ഇപ്പൊ പറയാതെ ആണെങ്കിലും അത് നിലനിൽക്കുന്നത് നമ്മുടെ ഓരോ ഇന്ത്യൻ സിറ്റിസനും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുമ്പോൾ ഇങ്ങനൊരു ബില്ല് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് അവരെതിരെയുള്ള ഒരു ശക്തമായി എതിർക്കണം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു ബില്ലാന്നല്ലേ വരുള്ളൂ. ബേസിക്കലി ക്വസ്റ്റ്യനിൽ ഞാൻ ഒരു എഡിറ്റ് വരുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. BJP ഒരു കമ്മ്യൂണിറ്റിക്കും എതിരല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിക്കും എതിരല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും എതിരല്ല, ഒരു കമ്മ്യൂണിറ്റിക്കും എതിരല്ല. ഈ BJP വിശ്വസിക്കുന്ന BJP ഐഡിയോളജി എന്ന് പറയുന്നത് ഈ നാഷൻ, ഈ നമ്മുടെ ഈ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിൻ്റെ ഇതിൻ്റെ വെൽബീയിങ്ങിനെതിരെ ഹിന്ദു പ്രവർത്തിച്ചാലും ക്രിസ്ത്യാനി പ്രവർത്തിച്ചാലും ആര് പ്രവർത്തിച്ചാലും അവരെ മാത്രമേ എതിർക്കപ്പെടുന്നുള്ളൂ. അവരുടെ ഒരു ആക്ടിനെ മാത്രം നമ്മൾ എതിർക്കുന്നുണ്ട്, അല്ലാതെ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരല്ല. നമ്മൾ എടുത്തു നോക്കും, കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ന്യൂനപക്ഷ മന്ത്രാലയം, ആ മന്ത്രാലയം മാറ്റിവെച്ച ഫണ്ടുകളിലെ ഇതും കഴിഞ്ഞ ഇപ്പോൾ ഈ പറയുന്ന മതേതരവാദികളായിട്ടുള്ള UPA ഗവൺമെൻറ് ചിലവാക്കിയ ഫണ്ടുകളുടെയും അതിൻ്റെ കമ്പാരിസൺ ഒന്ന് നടത്തി നോക്കും. ഓക്കെ, അതിലേക്ക് പോകുന്നില്ല, ഞാൻ കമ്മിങ് ടു അവർ ടോപ്പിക്. അപ്പം ഈ വഖഫ് ബോർഡ് എങ്ങനെയാണ് നമ്മുടെ ഒരു എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും വഖഫ് ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അതിനകത്തിലേക്ക് നരേന്ദ്രമോദിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കടന്നുകയറ്റോ സിമ്പിളായിട്ട് BJP അജണ്ട എന്ന് സോക്കോൾഡ് മീഡിയാസ് പറയുന്ന അജണ്ടയുടെ ഭാഗമായിട്ട് ഇത് പൊളിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എൻ്റെ കാര്യം ഞാൻ പറയാം. നിലവിലെ തർക്കങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് പഠിക്കണം. നിലവിലെ കോടതികളിൽ വഖഫ് എന്തുകൊണ്ട്, വഖഫ് ബോർഡുക്കെതിരെയുള്ള വിഷയങ്ങൾ അതൊക്കെ എന്തുകൊണ്ട് വരുന്നു, അതിൻ്റെ സോൾ റീസൺ എന്താണെന്ന്. മിസ്മാനേജ്മെന്റ് ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ് അതൊരു വലിയ പ്രശ്നമാണ്. കാരണം മുത്തവലി എന്ന് പറയുന്നത് ഇതിൻ്റെ മാനേജറാണ്. മറ്റേ സീസേഴ്സ് വൈഫ് ഈസ് എബോവ് സസ്പീഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് പോകുന്നത്. ഇപ്പം അതെന്ത് പറഞ്ഞാലും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി ഇത് രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പം അവരുടെ നെപ്പോട്ടിസം, അവരിത് ഭാഗമാറ്റുന്നു, അങ്ങനെ കുറേ ഇഷ്യൂസ് ആണ്. 95% കേസുകളും ഇതിനെതിരെയാണ്. ഈ ചോദ്യം ഉയർന്നു എവിടുന്ന
മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നിന്ന് തന്നെയാണ് ആ ചോദ്യം വരുന്നത്. അവരുടെ പ്രോപ്പർട്ടി തന്നെയാണ് ഇതേ മിസ്മാനേജ്മെന്റ് വഴിയിട്ട് നഷ്ടപ്പെടുന്നത്. ആ കമ്മ്യൂണിറ്റിയുടെ പ്രോപ്പർട്ടി, ആ റിലീജിയന്റെ പ്രോപ്പർട്ടി, അതൊരു പേഴ്സണൽ വ്യക്തികളുടെ വെസ്റ്റേൺ ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ട് പോകുന്നു. ഒരു ട്രാൻസ്പാരൻസി ഇല്ല ഇതൊന്നും. കണക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തവലിമാർക്ക് സാധിക്കുന്നില്ല. അവർ ഫയൽ ചെയ്യുന്നതിൽ മിസ്മാനേജ്മെന്റ്, പ്രോപ്പർ മിസ്മാനേജ്മെന്റ് ആണ്. അവിടെ ആണ് ഈ ബില്ലിന്റെ മറ്റൊരു പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ബില്ല് കൊണ്ട് സാധിക്കും. കുറച്ചും കൂടി ട്രാൻസ്പാരൻസി, സുതാര്യത ഇതിനകത്തിലുണ്ടാവും. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് ആ സുതാര്യത കൊണ്ട് അതിന്റെ ബേസിക് ബെനിഫിഷ്യറീസ് ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി അല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ല, മുസ്ലിം കമ്മ്യൂണിറ്റീസ് ആണ്. അവരത് തിരിച്ചറിയണം. ഇനിയിപ്പം അതിൽ മറ്റൊരു കോൺട്രവേഴ്സ്യൽ ചോദിച്ചു, ഈ ബില്ല് അനാക്ട് ചെയ്തു, നാളെ ഇനിയിപ്പം പണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചു, ഇനി നാളെ അടുത്ത സാധനങ്ങൾ പൊളിക്കാൻ വേണ്ടിയിട്ട് BJP. നോ, ഇവിടെ ഏതൊരു ആക്ട് വന്നാലും അത് വരുന്ന റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊണ്ട് അതിനുശേഷമാണ് ഫർദറായിട്ട് ഇനി ഇത്തരം നമ്മളൊരു ഇപ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. നരേന്ദ്രമോദി നയിക്കുന്ന NDA ഗവൺമെന്റിന്റെ വിഷൻ ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷനാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു വലിയൊരു ആ ഒരു എയിമിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇതേ കണക്ക് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ പറഞ്ഞിട്ട് ഇവിടെ സിവിൽ തർക്കങ്ങളോ അതിന്റെ പേരിൽ നമ്മൾ സ്പ്ലിറ്റപ്പ് ആയിട്ട് നിൽക്കാൻ പാടില്ല. അത് ഒരു ഡെവലപ്ഡ് കൺട്രിക്ക് ചേർന്ന രീതിയല്ല. അത് മറന്നു. ഇനി അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാവാൻ പാടില്ല. അത് പ്രോപ്പർ ലോ ഉണ്ടാവണം. ആ ഒരു കൺസെപ്റ്റ് മാത്രമാണ് നമുക്ക് ഈ അമെൻമെന്റിലൂടെ ഇനാക്ട്മെന്റിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും.